വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മുടെ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് നിങ്ങളെ. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് നമ്മളിപ്പോൾ ഇടുന്നത്. അതായത് പൈ ചാർട്ട് അല്ലേ. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്, നിങ്ങൾ കണ്ടായിരുന്നോ? വിവരചിത്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. ഡേറ്റയെക്കുറിച്ച് അല്ലേ, പൈ ചാർട്ടുകളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. പേജ് നമ്പർ 194 ഒന്നാമത്തെ കണക്ക് കണ്ടോ നിങ്ങളെ. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ 3 കണക്കുണ്ട് ഇതിനകത്തിൽ, ലാസ്റ്റ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ കണക്ക് നോക്കണേ. നോക്കേ, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളിൽ 20 പേർ സ്കൂൾ ബസ്സിലാണ് വരുന്നത്, 15 പേര് നടന്നുമാണ് വരുന്നത്, 5 പേർ സൈക്കിളിലും വരുന്നു. ഈ വിവരങ്ങൾ കാണിക്കുന്ന ഒരു വൃത്തചിത്രം വരയ്ക്കുക എന്നതാണ് കേട്ടോ. അപ്പം നമ്മളത് ഇംഗ്ലീഷിൽ നോക്കണേ നിങ്ങളെ. ഇൻ എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് 20 യൂസ് the school bus, 15 walk to school and 5 ride bicycle to school. Draw a pie chart showing this. നോക്കണേ, അപ്പം എന്താ, ഒരു ക്ലാസ് 40 കുട്ടികളാണ് മൊത്തം ഉള്ളത്, 40 സ്റ്റുഡൻസ്. ഒരു ക്ലാസ്സിലെ കാര്യമാണ് പറയുന്നത്, സ്കൂളല്ല ക്ലാസ്സിലെ. അപ്പോൾ അതിൽ മൊത്തം കുട്ടികൾ എത്രയാണ്? 40 പേരിൽ 20 പേര്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആദ്യമേ നമുക്ക് പറക്കി എഴുതാം കുഞ്ഞുങ്ങളെ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു ക്ലാസ്സിൽ മൊത്തം 40 കുട്ടികളുണ്ട് അല്ലേ. അപ്പം അവരെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ. സ്കൂൾ ബസ്സിൽ വരുന്നത് 20 പേര്. സ്കൂൾ ബസ്സിൽ വരുന്നത് 20 പേരാണ് അല്ലേ. പിന്നെ വോക്ക് നടന്നു വരുന്നത് 15 പേര്, ബൈസൈക്കിൾ വരുന്നത് 5 പേര്, മൊത്തം കുട്ടികൾ 40 പേര്. അത് ക്വസ്റ്റ്യനിലുണ്ടല്ലോ, നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. ഉണ്ടോ നിങ്ങൾ? എന്താ എങ്ങനെയൊക്കെയാണ് വരുന്നതും പോകുന്നതും എന്നുള്ള. സ്കൂൾ ബസ്സിൽ 20 പേര്, വോക്ക് നടന്ന് 15 പേര്, ബൈസൈക്കിളിൽ 5 പേര്, അങ്ങനെ മൊത്തം 40 പേര്. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കേ. അതായത് ഈ കുട്ടികളുടെ എണ്ണം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമ്മളോട് പൈ ചാർട്ട് വരയ്ക്കാനാണ്, അല്ലെങ്കിൽ വൃത്തചിത്രം അല്ലേ. പൈ ചാർട്ട് അല്ലെങ്കിൽ വൃത്തചിത്രം. ഇത് നമ്മൾ ഫസ്റ്റ് ലിങ്കിൽ പറഞ്ഞ എന്താ നിങ്ങളെ, ഒരു വൃത്തചിത്രം അല്ലെങ്കിൽ പൈ ചാർട്ടിൻ്റെ എന്താ ടോട്ടൽ മെഷർ എന്ന് വെച്ചാൽ 360 ആണ്. എന്താണ് 360? ഫസ്റ്റ് ലിങ്ക് കണ്ടവർക്ക് അറിയായിരിക്കും കേട്ടോ. അപ്പോൾ 360 അപ്പം നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇപ്പം സ്കൂൾ ബസ്സിൽ വരുന്നത് 20 പേരല്ലേ. അപ്പോൾ ആ 20 ബൈ ടോട്ടൽ മൊത്തം എത്ര കുട്ടികൾ. ഇത് മറക്കല്ലേ, ഈ മോഡൽ ഉറപ്പായിട്ടും ചോദിക്കുക കേട്ടോ. ഇതേ മോഡലായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് വരുന്നത്, കാരണം നിങ്ങൾ 7ാം ക്ലാസ് ആയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ മോഡലായിരിക്കും. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കണം. മൊത്തം കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് സ്കൂൾ ബസ്സിൽ വരുന്നത് എത്ര, നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന പാഠത്തെ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? മൊത്തം കുട്ടികളെ ബൈ അല്ല, സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളെ ബൈ മൊത്തം അല്ലേ. ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ 40 കുട്ടികൾ ഇൻറ്റു പൈ ചാർട്ട് ആയതുകൊണ്ട് 360. ഈ 360 എങ്ങനെ വന്നോന്ന് അറിയാമോ നിങ്ങളെ? ഒരു സർക്കിളിൻ്റെ കേട്ടോ, ഒരു വൃത്തത്തിൻ്റെ ടോട്ടൽ മെഷറാണ് അത്. പൈ ചാർട്ടല്ലേ, പൈ ചാർട്ട് അല്ലേ, പൈ ചാർട്ട് അല്ലെങ്കിൽ വൃത്തചിത്രം. അതുകൊണ്ടാണ് അവിടെ 360 വന്നത്. അപ്പോൾ ആ സംശയം മാറിയോ? 20 എവിടുന്നാണ് വന്നേ, 40 എവിടുന്നാണ്, 360 എവിടുന്നാണ് വന്നത് സംശയം മാറിയോ നിങ്ങളെ? അതായത് സ്കൂൾ ബസ് 20 ടോട്ടൽ നമ്പർ 40 ഇൻറ്റു 360. ഇനി വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്ക് വെട്ടി ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാ നോക്കിക്കേ, 20 ബൈ 40 ഇൻറ്റു 360 ആണല്ലോ. നമുക്ക് വെട്ടാം. നോക്കിക്കേ, ഈ 0 വെട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ 4ഉം 20ഉം വെട്ടിക്കൂടായോ നിങ്ങളെ? അല്ലെങ്കിൽ 4 36 വെട്ടാം അല്ലേ. 1 4 4 9 4 36. വെട്ടാൻ അറിയാമെങ്കിലേ വെട്ടാവേ കേട്ടോ. വെട്ടാനൊന്നും അറിയാൻ വയ്യാത്തവർക്ക് 20 ഇൻറ്റു 360 ഡിവൈഡ് 40. ഇതിലും ഭേദം വെട്ടുന്നത് നല്ലതെന്നല്ലേ. വെട്ടി ചെയ്യാൻ പഠിക്കണം കേട്ടോ. അതായത് ഒന്നും അറിയത്തില്ലെങ്കിൽ പകുതി, ഹാഫ് ചെയ്യാൻ അറിയാമെങ്കിൽ അതെങ്കിലും ചെയ്യണം. ഇപ്പം 40ൻ്റെ പകുതി 20, 360ൻ്റെ പകുതി 180, 20ൻ്റെ പകുതി 10. അങ്ങനെ വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. മനസ്സിലായോ? പകുതി ഇപ്പോൾ 360ൻ്റെ പകുതി 180, 40ൻ്റെ പകുതി 20, പിന്നെ 20ൻ്റെ പകുതി 10. അങ്ങനെ വെട്ടി ലാസ്റ്റിൽ എന്തോ കിട്ടുന്നതെന്ന്. അവസാനം ടീച്ചറെ ഇന്ന് വെട്ട് കിട്ടല്ലേ. നോക്കിക്കേ, ഈ മേളിൽ കിടക്കുന്ന 0ഉം ഈ 0ഉം ഫസ്റ്റിൽ വെട്ടി. പിന്നെ ഇവിടെ ഒരു 4ഉം ഇവിടെ ഒരു 36 അപ്പം 4ൻ്റെ ടേബിളിൽ അത് വരും. 1 4 4 9 4 36 അല്ലേ. ഇനി എന്തോ ഉണ്ട് ബാക്കി? ഇനി ഒരു 20 ഉണ്ട്, ഒരു 9ഉം ഉണ്ട് അല്ലേ. 2 ഇൻറ്റു 9 18, അതായത് 20 ഇൻറ്റു 9 20 ഇൻറ്റു 9 0 2 180. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് കിട്ടി? 180. സംശയമൊന്നും ഇല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം എത്ര? 180 ഫസ്റ്റ് കിട്ടി. ഓക്കെ ആണോ? അടുത്ത് നോക്കിയേ, 15 ബൈ 15 വോക്ക് നടന്നവർ 15, ടോട്ടൽ 40 ഇൻറ്റു 360. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാമേ. ഓക്കെ, അപ്പോൾ 15 ബൈ 40 ഇൻറ്റു 360. വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടാൻ നോക്കിയാൽ 15 40 കൂടെ വെട്ടാം നിങ്ങളെ. 5ൻ്റെ ടേബിളിൽ വരും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് 0 തങ്ങളിൽ വെട്ടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
40 15 കൂടെ എന്താ 5ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ? 3 5 15 8 5 40 അല്ലേ? ബാക്കി എന്തോ വന്ന് 3 × 360/8 3 × 360. ഞാൻ ഈ സ്റ്റെപ്പായിട്ട് ചെയ്തത് നിങ്ങൾക്കിത് വെട്ടിക്കഴിഞ്ഞ് പിന്നീട് എന്തോ ഉണ്ടെന്ന് സംശയം തോന്നാതിരിക്കാനാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുത്തൊന്നും എഴുതണ്ട, വെട്ടി ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. എന്താ നിങ്ങളെ 15/40 × 360. വേണമെങ്കിൽ നമുക്ക് ദാണ്ട് ഈ 0 പോവാം. 1 4 4 9 4 36. 15 × 9 ആയാലും നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നോക്കിക്കേ, അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഇവിടെ 40, അപ്പം 3 × 360/8 അല്ലേ? ഇനി നമുക്കിനി എന്ത് ചെയ്യാം? 360 × 3 അല്ലേ? എത്ര? 1080 അല്ലേ? 1080 / 8 135 കിട്ടും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമുക്കൊന്നുകിൽ എന്താ ഇങ്ങനെ വെട്ടി, അതായത് 15/40 × 360 അല്ലേ? ഇല്ലയോ? അതായത് 0 വെട്ടിപ്പോവും, ഈ 0 വെട്ടിപ്പോയി അല്ലേ? പിന്നെന്താ പറ്റിയാൽ 1 4 4 9 4 36. ഇനി 15 × 9 9 45 ശിഷ്ടം 4 1 9 12 12 13 കണ്ടോ 135. എങ്ങനെ ഇനി ഇത്രയും ഇട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഈ രീതി ചെയ്താൽ മതി. എന്താ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? അതായത് 15 ഇതാ സംഭവം. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഈ 0 വെട്ടിപ്പോയി, മനസ്സിലായോ? പിന്നെന്താ 15 × 36/4. ഈ 4 1 4 4 9 4 36. അപ്പോൾ പിന്നെ ഇനി വെട്ടിക്കഴിഞ്ഞ് ബാക്കി ഏതാ? ഒരു 15 × 9 ഉള്ളൂ, ബാക്കി മൊത്തം വെട്ടിപ്പോയി. 15 × 9 എത്ര കുഞ്ഞുങ്ങളെ? 135. മനസ്സിലാവുന്നുണ്ടോ? 135. നിങ്ങൾക്ക് വെട്ടാൻ ഇനി ഞാൻ പറഞ്ഞ രീതി തന്നെ വേണമെന്നില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എങ്ങനെയാണോ വെട്ടി ചെയ്യാൻ സൗകര്യം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി നോക്കിയേ, 5/40 × 360. 5/40 × 360. 0 പോയി. 1 4 4 9 4 36 9 5 45. എത്ര വന്നു? 45 ഡിഗ്രി. മനസ്സിലായോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഈ 3 എണ്ണം നിങ്ങൾക്ക് സംശയമൊന്നുമില്ല, എവിടുന്ന് വന്നെന്നൊന്നും ഒരു സംശയവും ഇല്ലല്ലോ. ഈ ഫസ്റ്റ് കണക്ക് ഞാൻ ചെയ്യാഞ്ഞതേ അതൊരിച്ചിരി ഒത്തിരി സമയം എടുക്കും. ഇത് ചെറിയൊരു കണക്കായതുകൊണ്ടാണ് ഇത് ഫസ്റ്റിൽ അങ്ങ് പറഞ്ഞത് കേട്ടോ. ഇത് രണ്ടാമത്തെ കണക്കാണ് കുഞ്ഞുങ്ങളെ കേട്ടോ, രണ്ടാമത്തെ. ഓക്കെ, ഇതിനകത്തുള്ളൊരു സംശയം ഇല്ലല്ലോ. അപ്പോൾ ഇനി എന്ത് നമ്മൾ പറയാം? വൃത്തചിത്രം വരയ്ക്കുക. ഓക്കെ, നമ്മളൊരു വൃത്തചിത്രം എന്ന് വെച്ചാൽ എന്താ? പൈ ചാർട്ട് വരയ്ക്കുക. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ സ്കൂൾ ബസ്സിൽ വരുന്നത് 180 പേര്. നമ്മൾ എങ്ങോട്ടെങ്കിലും ഫസ്റ്റ് ഒരു ലൈൻ വരച്ചിടണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഇന്ന സ്ഥലത്തോട്ട് മാത്രമേ വരയ്ക്കാവുന്നൊന്നുമില്ല, സെൻറ്ററിൽ തൊട്ട് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. നോക്കിക്കേ, ഞാൻ ഫസ്റ്റ് താണ്ട സെൻറ്ററിൽ തൊട്ട് നേരെ തന്നെയാണ് എപ്പോഴും ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. അതെ, കണ്ടോ? സംശയമില്ലല്ലോ. ഇതെങ്ങനെ വന്നു എന്നൊന്നും സംശയിക്കേണ്ടാവും. നിങ്ങൾ എങ്ങോട്ട് വേണമല്ലോ, ഇനി മേപ്പോട്ടോ തപ്പോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇനി അതിൽ വെച്ചിട്ട് എന്താ 100. ഇനി നിങ്ങൾ നോക്കണം, നമുക്ക് ഈ കിട്ടിയ 180ഉം 135ഉം 45 കൂടെ കൂട്ടുമ്പോൾ 360 വരുന്നോ നോക്കിക്കോണേ കേട്ടോ. വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഈ കിട്ടിയത് തെറ്റാന്ന് വിചാരിച്ചാൽ കേട്ടോ. നമുക്കെന്താ ഈ 3 എണ്ണം ഇതെല്ലാം കൂടെ ഇത് തന്നെ ആവണമെന്നില്ല, ഏതൊക്കെ സംഖ്യകളാണെങ്കിലും ഇങ്ങനെ പൈ ചാർട്ടിൻ്റെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 360 വന്നില്ല എങ്കിൽ നിങ്ങളുടെ ആ ചെയ്തതിൽ എന്തോ തെറ്റ് വന്നു എന്ന് നിങ്ങൾ വിചാരിച്ചോണം കേട്ടോ. ഇവിടെയോ തെറ്റ് വന്നു, അപ്പോൾ പിന്നെ ചാർട്ട് വരയ്ക്കാൻ നിൽക്കേണ്ട, കാരണം തെറ്റി. അപ്പോൾ ഇവിടെ ശരിയാക്കിയെങ്കിലേ നമുക്ക് എന്താ പറ്റൂ? പൈ ചാർട്ട് കംപ്ലീറ്റ് ആവത്തുള്ളൂ. നോക്കിയേ, ഈ 3 എണ്ണം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 360 കിട്ടി, എങ്കിലേ നമുക്ക് പൈ ചാർട്ട് മൊത്തം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ നിങ്ങളെ. അപ്പോൾ നമുക്ക് എന്താ, ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാമെന്ന് പറഞ്ഞു 150. ഇനി ഫസ്റ്റ് എത്ര? 180. നോക്കൂ നിങ്ങളെ, പ്രൊട്രാക്ടർ വെക്കാനൊക്കെ ഞാൻ കുറേ പഠിപ്പിച്ചതാണ്. നമ്മുടെ സെൻറ്ററിൽ വെച്ചിട്ട് 0 എന്താ കാണാൻ പറ്റുന്നുണ്ടോ? 0 to 0 ഇത് വെക്കുന്നത്. എന്നിട്ട് താഴത്തെ ഡിജിറ്റ് വേണം എടുക്കാൻ. ഓക്കെ, താഴത്തെ എടുത്തിട്ട് എത്ര? 180. ഓക്കെ, 180 ആകുമ്പോൾ സ്ട്രെയിറ്റ് 180 എന്ന് വെച്ചാൽ മറന്നു പോയതാണ് നിങ്ങൾ. 180 എന്ന് വെച്ചാൽ എന്താ? ഹാഫാണ്. കാരണം ഒരു സർക്കിളിൻ്റെ ഫുള്ളെന്ന് വെച്ചാൽ 360 അല്ലേ? ഇല്ലയോ? അപ്പോൾ അതിൻ്റെ പകുതി എത്ര? 180 കേട്ടോ. അത് ഞാനങ്ങ് മറന്നു പോയതാണ്. 180. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒരു സർക്കിൾ എന്ന് വെച്ചാൽ ഒരു വൃത്തത്തിൻ്റെ ഫുള്ളെന്ന് വെച്ചാൽ 360 അല്ലേ? അപ്പോൾ അതിൻ്റെ നേർപകുതിയല്ലേ 180. ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ ഓർത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. അടുത്ത് നോക്കിക്കേ, 135 അടുത്തത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇനി ഇതിൽ വെച്ചിട്ട് എന്താ? ഒരു 100 ഇതാണ്ടേ നമ്മളിപ്പോൾ വെച്ചെടുത്ത് തന്നെ വെക്കുക. 0 തന്നെ വെക്കുക. സെൻറ്ററിൽ വെച്ചിട്ട് 0 തന്നെ വെക്കണേ.
വെച്ചിട്ട് 135 എടുക്കുക. 135 കാണാൻ പറ്റുന്നുണ്ടോ? 135 എന്ന് പറയുന്നത് എവിടാണെന്നറിയാമല്ലോ. എവിടെ ആയിരിക്കും? 130ൻ്റെയും 140ൻ്റെയും ഇടയ്ക്കായിരിക്കും കേട്ടോ. ഈ താഴത്തെ ലൈൻ വേണേ എടുക്കാൻ കേട്ടോ, മുകളിലത്തെ അല്ല, താഴത്തെ എടുത്താൽ മതി. 130ൻ്റെയും 140ൻ്റെയും ഇടയിലാണ് ആര് വരുന്നത്? 135 വരുന്നത് കേട്ടോ. അതറിയാവും നിങ്ങളെ. 130ൻ്റെയും 140ൻ്റെയും ഇടയ്ക്കാണ് 135 ഒരു വലിയ വര കണ്ടോ, 135 വരുന്നത്. അപ്പോൾ അതിന് നേരെ വരയ്ക്കുക. 135. ഇനി ബാക്കി നോക്കി എത്ര ഉണ്ടെന്ന് നിങ്ങളുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ നിങ്ങളെ, ബാക്കി എത്ര വരുന്നതെന്ന് നോക്കിക്കേ. എത്ര നിങ്ങളെ ബാക്കി വന്നത്? ഇവിടെ വരെ വന്നത് എത്ര? 45 അല്ലേ? കണ്ടോ, 45. 40നും 50നും ഇടയ്ക്കല്ലേ നിങ്ങളെ, ആ വലിയ വരയിലല്ലേ വന്നത്? 45. അപ്പം നമുക്ക് കറക്റ്റ് ഇതെത്ര, എനിക്ക് കളർ കൊടുക്കാമെന്ന് നമുക്ക് അത്രയും സമയം പോകുന്നതുകൊണ്ട് കേട്ടോ ടെസ്റ്റ് കളറൊക്കെ കൊടുത്ത് എഴുതാനാണ് പറയുന്നത്. എഴുതാൻ പറയുന്നില്ല, പക്ഷേ പൈ ചാർട്ട് കളർ കൊടുത്ത് ചെയ്യുമ്പം കുറച്ചുകൂടെ വൃത്തി വരും കേട്ടോ. ഓക്കെ, ഇത് 45, ഇത് 135, ഇതെത്ര നിങ്ങളെ? ഇത് ലീനിയർ പെയർ 180 ഡിഗ്രി. ഓക്കെ, നേരെ കിടക്കുക. 180, 135, 140 കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊരു പൈ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞത്. 180. ഇപ്പം അടിക്ക് പടം കിടക്കുന്നുണ്ടാവും നിങ്ങളെ, ഒരുമാതിരി ഉണ്ടേ അല്ലാത്ത കളറിൽ കിടക്കുന്നത്. സംഭവം പിടികിട്ടിയോ? നിങ്ങൾക്ക് പടം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടേ? കണ്ടോ? ഓക്കെ ആയല്ലോ. ഓക്കെ ആയോ കുഞ്ഞുങ്ങളെ? അതായത് ഇതെങ്ങനെയാണ് വന്നതെന്ന് സംശയമില്ലല്ലോ. അത്രയും സമയം നമ്മുടെ പോവുക. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കിക്കോണേ. ഇതിലെ കണക്ക് വരും. എണ്ണത്തിനെ മൊത്തം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 360 ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇങ്ങനെ തരുന്ന നമ്പറിനെ മൊത്തം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 360 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കണക്ക് ചെയ്തു. അടുത്ത് നോക്കിയാൽ രണ്ടാമത്തെ കുഞ്ഞുങ്ങളെ, ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ 25% പേർക്ക് കണക്ക് പരീക്ഷയിൽ എ ഗ്രേഡും 40% പേർക്ക് ബി ഗ്രേഡും 20% പേർക്ക് സി ഗ്രേഡും അല്ലേ, ബാക്കിയുള്ളവർക്ക് ഡി ഗ്രേഡുമാണ് കിട്ടിയത്. നമ്മൾ എന്ത് വരയ്ക്കാനാ? വൃത്തചിത്രം അല്ലെങ്കിൽ പൈ ചാർട്ട് വരയ്ക്കാനാ. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ ചോദ്യം നല്ലപോലെ കേൾക്കണേ. 25% പേർക്ക് എ ഗ്രേഡാണ് കിട്ടിയത് കേട്ടോ. ബാക്കി 40% പേർക്ക് ബിയും 20% പേർക്ക് സിയുമാണ്. ബാക്കിയുള്ളവരുടെ ഗ്രേഡ് എത്രയാണെന്ന് നമുക്ക് പറയുന്നില്ല. ബാക്കിയുള്ളവർക്ക് ഡി ഗ്രേഡ് കിട്ടിയെന്നേ പറയുന്നുള്ളൂ. ചോദ്യം വായിച്ച് നോക്കണേ കേട്ടോ. അപ്പോൾ അത് ഇംഗ്ലീഷ് ഇന്നേ ക്ലാസ് 25% ഗോട്ട് എ ഗ്രേഡ്, 25% എ ഗ്രേഡ്, പിന്നെ 40% ബി ഗ്രേഡ്, 20% സി ഗ്രേഡ് ആൻഡ് ഡി ഗ്രേഡ് എത്രയാണെന്ന് പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? നമുക്ക് തന്നിരിക്കുന്ന എഴുതാം നിങ്ങളെ. ഗ്രേഡ് തന്നിട്ടുണ്ടല്ലേ, എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്. ഡി ഗ്രേഡ് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ നമ്മളൊന്ന് ഓർത്താൽ മതി. എന്താ നിങ്ങളെ, ഇവിടെ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് എന്ന് കേട്ടാലേ നമുക്കറിയാം നമ്മൾ പെർസെൻറ്റേജ് ശതമാനം നല്ലതുപോലെ പഠിച്ചതാവും നിങ്ങളെ. ഞാൻ പഠിപ്പിച്ചതാണ്, നിങ്ങൾ പഠിച്ചോന്ന് അറിയത്തില്ല കേട്ടോ. പരീക്ഷയാണ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. നിങ്ങൾ ആ ലിങ്കിൽ കയറി നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഞാൻ ഇട്ടിട്ടുണ്ട്. എത്രത്തോളം മാക്സിമം സിമ്പിളാക്കി പഠിപ്പിക്കാവോ അത്രത്തോളം സിമ്പിളായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കയറി കാണണേ കേട്ടോ. പരീക്ഷയാണേ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും വേണം. ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓരോ പാർട്ട് ഓരോ ദിവസം ഇടുന്നുണ്ട് കേട്ടോ. ഓരോ മാത്സും സയൻസും സോഷ്യലും ഒക്കെ ഇടുന്നുണ്ട്. അവനവന് ഇഷ്ടപ്പെട്ട പാഠങ്ങൾ എടുത്ത് വെച്ചിരുന്ന് കാണണം കേട്ടോ. കാണണേ നിങ്ങൾ, എക്സാമാണ്. അപ്പോൾ നമുക്ക് എന്താ ഡി ഗ്രേഡ് അല്ലേ, ഡി ഗ്രേഡ് തന്നിട്ടില്ല, പക്ഷേ പെർസെൻറ്റേജിലാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? എന്താ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 അല്ലേ, അതിന് യാതൊരു സംശയമില്ല. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എത്രയൊക്കെ തന്നിട്ടുണ്ട്? 25% തന്നു, 40% തന്നു, 20% തന്നു അല്ലേ, തന്നല്ലോ. അപ്പം 5, 4, 2, 6, 2 85% ഓൾറെഡി തന്നു. അപ്പം മൊത്തം എത്ര വരേണ്ടത്? 100. മനസ്സിലായോ? മൊത്തം പെർസെൻറ്റേജ് എത്ര നിങ്ങളെ വരേണ്ടത്? ഇവിടെ പെർസെൻറ്റേജിലല്ലേ തന്നത്, അപ്പോൾ ഇവിടെ എത്ര വരേണ്ടത്? 100 വരേണ്ടത്. സംശയമുണ്ടോ അതിന്? എന്താ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 അല്ലേ, 100. പക്ഷേ ഇവിടെ 25, 40, 20 അല്ലേ. 5, 4, 2, 6, 2, 4, 2, 6, 6, 2, 8 അല്ലേ. അപ്പോൾ എത്ര? 15 അല്ലേ കുഞ്ഞുങ്ങളെ. അതായത് 100ൽ നിന്നും നമുക്ക് 100% 100ൽ നിന്നും 85 കുറച്ചാൽ 15 കേട്ടോ. അവിടെ അത് എഴുതി കാണിച്ചേക്കണേ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്നേ. എന്താ കുഞ്ഞുങ്ങളെ, മൊത്തം 100% അതിൽ നിന്നും നമുക്ക് 85 പോയി കഴിഞ്ഞാൽ ബാക്കി 15% ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അതുമായല്ലോ. ആ 15 വന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം മൊത്തം പെർസെൻറ്റേജ് 100 നിങ്ങളെ. അവിടെ നമുക്ക് ഡി ഗ്രേഡ് എത്രയാണെന്ന് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ.
ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഓരോരുത്തരെയും നോക്കിക്കേ. ഫസ്റ്റ് 25 അല്ലേ? 25നെ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം പെർസെൻറ്റേജ് എത്ര നിങ്ങളെ? 100 അല്ലേ? നമുക്കതറിയാം. ഇൻറ്റു 360 പൈ ചാർട്ടല്ലേ? അപ്പം 360. 0 വെട്ടിക്കളഞ്ഞൂടെ? ഈ പൂജ്യവും പോയി അല്ലേ? 10നെ 25 കൊണ്ട് വെട്ടാമല്ലോ അല്ലേ? എത്ര? 2 5 10, 5 5 25 അല്ലേ? ഇനി 2നെ 360 കൊണ്ട് 36 കൊണ്ട് വെട്ടല്ലോ. 1 2 2, 18 2, 36. ഓക്കെ ആണോ? അപ്പോൾ ബാക്കി ഇനി എന്തോരും? 18 ഇൻറ്റു 5 അല്ലേ? 18 ഇൻറ്റു 5 എത്ര നിങ്ങളെ? 18 8 40 1 5 90 വരും കേട്ടോ. 90. മനസ്സിലായോ? വെട്ടാനുള്ളത് നല്ലപോലെ പഠിക്കണേ കേട്ടോ. എല്ലാം കൂടി ഇട്ട് വെട്ടിച്ച് കുളവാക്കല്ലേ. ഒന്ന് വെട്ടിക്കാണിക്കണോ നിങ്ങളെ? അതായത് നമ്മുടെ ചോദ്യം എന്താ? 25 അല്ലേ? 25/100 ഇൻറ്റു 360. നിങ്ങൾക്ക് ഈ ഒട്ടും വെട്ടാനൊന്നും അറിയാൻ വയ്യാത്തവർക്കേ പകുതി വെച്ച് അങ്ങ് ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ. അതായത് 100ൻ്റെ പകുതി 50, 360ൻ്റെ പകുതി 180, 50ൻ്റെ പകുതി 25, 150ൻ്റെ പകുതി 90 കേട്ടോ. ഇനി 90 25 അല്ല, 25നെ 25 കൊണ്ട് വെട്ടിപ്പോയി. കാരണം മുകളിൽ താഴെയല്ലേ വെട്ടിപ്പോയി. ബാക്കി ആരാ ഇവിടെ? 90. എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ, ഏത് വഴി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? 90. അടുത്ത് നോക്കിക്കേ. 40 ഡിവൈഡ് 100 ഇൻറ്റു 360 എത്ര നിങ്ങളെ? 40 എത്ര? 100 ഇൻറ്റു 360 അല്ലേ? ഈ പൂജ്യവും പോയി. 10 40, 1 10 10, 4 10 40, 36 ഇൻറ്റു 4, 36 4 6 4 24, 2 3 12 2 14, 144 വരും. രണ്ടാമത്തത് 144. ഇനി 20ൻ്റെ 20/100 ഇൻറ്റു 360, 20/100 ഇൻറ്റു 360. ഈ പൂജ്യവും പോയി. ഞാൻ പറഞ്ഞല്ലോ വെട്ടാൻ അറിയത്തില്ലേ, പകുതി വെച്ച് ചെയ്താൽ ഇപ്പോൾ 10ൻ്റെ പകുതി 5, 36 അങ്ങനെ വേണം ചെയ്യാം കേട്ടോ. ഇനി നോക്കിയാൽ 20ഉം 10ഉം മുകളിലും താഴെയുണ്ട്. എത്ര? 2 10 20, 1 10 10. അപ്പം എന്താ? 36 ഇൻറ്റു 2, 36 ഇൻറ്റു 2, 2 6 12, ശിഷ്ടം 1, 2 3 6 72. എത്ര നിങ്ങളെ? 72. വെട്ടാൻ അറിയണേ കേട്ടോ. അടുത്തത് 15/100 ഇൻറ്റു 360 എത്ര? 15/100 ഇൻറ്റു 360. പിന്നെ പൂജ്യവും പോയി. 10 2 5 10, 3 5 15. ഇനി 2 1 2 2, 18 2 36. അപ്പം 18 ഇൻറ്റു 3 8 3 24, ശിഷ്ടം 2, 1 3 3 2 5 54. ഓക്കെ ആണോ? നമുക്കിതെല്ലാം കൂടെ കൂട്ടുമ്പോഴേ 360 കിട്ടുമോയെന്നൊന്ന് നോക്കാം കുഞ്ഞുങ്ങളെ. 90, 144, 72, 54 കേട്ടോ. നിങ്ങളത് നോക്കണേ. 4 4 8 2 10, ശിഷ്ടം 1, 10 10 7 17, 17 4 21, 21 5 26, ശിഷ്ടം 2 2 3 360. കണ്ടോ? 360 കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതെപ്പോഴും ഓർത്തോണേ കേട്ടോ. അപ്പോൾ നോക്കിക്കേ. അപ്പോൾ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു പൈ ചാർട്ട് വരയ്ക്കുമ്പോൾ ആദ്യമേ എന്താ നമുക്കൊരു ബേസ് ഫസ്റ്റ് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ ഞാൻ എപ്പോഴും നേരെ വരയ്ക്കാനാ നോക്കണേ. ഫസ്റ്റ് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കും കേട്ടോ. ഓക്കെ, ഒരെണ്ണം കൊടുക്കുക. ഇനി എന്താ? ഫസ്റ്റ് 90 അല്ലേ? 90 90യിൽ ഒരെണ്ണം കൊടുക്കുക. 90 എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? സ്ട്രെയിറ്റ് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? നേരെ ഇരിക്കുന്നതിനെയാണ് 90 എന്ന് പറയുന്നത്. കണ്ടോ? നേരെ ഇരിക്കുന്നതിനെയാണ് 90. ഓക്കെ ആണല്ലോ? കണ്ടോ? നേരെ ഇരിക്കുന്നത് 90 ഡിഗ്രി. ഓക്കെ. ഇനി എത്ര? 144 പറഞ്ഞിരിക്കുന്നത്. അതിൽ വെച്ചിട്ട് 0യിൽ തന്നെ വെക്കണേ. എന്നിട്ട് ആ താഴത്തെ വേണേ എടുക്കാൻ. 144 എന്ന് വെച്ച് കഴിഞ്ഞാൽ 40നും 50നും ഇടയ്ക്കുള്ള ഇവിടെ 144 ഏകദേശം ഇവിടെ ആയിട്ട് വരും. 144. പിന്നെ എത്ര? 72. അതേ വെച്ചുകൊണ്ട് തന്നെ 72. ഓക്കെ, അതേ വെച്ചിട്ട് തന്നെ 72. നോക്കണേ, കാണാൻ പറ്റുന്നുണ്ടോ? 72 എന്ന് വെച്ചാൽ താഴെ ഇങ്ങനെ വന്നിട്ട് 70നും 80നും ഇടയ്ക്ക് ഇവിടെ 72.
72. എന്നിട്ട് ബാക്കിയുള്ളോ നാളെ നോക്കിയേ 54 ഉണ്ടോ നോക്കിക്കേ. അതോ നിങ്ങളെ ബാക്കി കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്യണോ? കണ്ടോ? അതായത് 50നും 60നും ഇടയ്ക്കുള്ള വലിയ വരയാണ് ഏതാ 55ൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഒരു ലൈൻ, കുഞ്ഞു ലൈൻ കണ്ടില്ല, അപ്പോൾ 54. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഫസ്റ്റ് 90, രണ്ടാമത് എന്താ 144, പിന്നെ ഇത് 72, ഇത് 54. അപ്പോൾ അതും കഴിഞ്ഞു, പൈ ചാർട്ട് അതും കഴിഞ്ഞു. കണ്ടോ? നല്ലപോലെ മനസ്സിലാക്കണേ. ഇനി നമുക്ക് ഫസ്റ്റിലെ കണക്ക് ചെയ്യാം. നോക്കി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കണേ നിങ്ങളെ. ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ചോദ്യം നോക്കുക, തന്നിരിക്കുന്ന ഗ്രേഡ് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. പെർസെൻറ്റേജിൽ ഏതെങ്കിലും ഒന്ന് തന്നില്ലെങ്കിൽ എന്താ 100ൽ നിന്നും തന്നിരിക്കുന്നതിനെ മൊത്തം കൂടെ കൂട്ടണം. തന്നിരിക്കുന്ന മൊത്തം കൂടെ കൂട്ടുമ്പോൾ ആ കിട്ടുന്നതിനെ 100 കൊണ്ട് മൈനസ് ചെയ്യാം. അന്നേരം നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് കിട്ടാനുള്ളത്. എവിടാണോ കിട്ടാനില്ലാത്ത അവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, പെർസെൻറ്റേജിനെ 100 വെച്ച് പൈ ചാർട്ടത് കേൾക്കുമ്പോഴേ 360 കൊണ്ട് ഇൻറ്റു ചെയ്യുക. കേട്ടോ? ഓക്കെ ആണോ? 360 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. എന്നിട്ട് നിങ്ങളുടെ ജോലി എന്താ, ഇതാരും പറഞ്ഞു തരത്തില്ല കുഞ്ഞുങ്ങളെ. കാരണം ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ 360 വരണം. കേട്ടോ? 360 വരുമ്പോഴാണ് നമുക്ക് ഈ പൈ ചാർട്ട് കറക്റ്റായിട്ട് എല്ലായിടവും കിട്ടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 2 എണ്ണം ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യാം. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഫസ്റ്റ് കണക്ക് ഇത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ കണക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റിലിടാമെന്ന് പറഞ്ഞത്. നോക്കിയേ, കൊച്ചു പിള്ളേരെയൊക്കെ 7ൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ ചുമ്മാതെ പോട്ടെ. നോക്കിയേ, ഒരു പഞ്ചായത്തിലെ ആകെ കൃഷിസ്ഥലം പല കൃഷികൾക്കായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വൃത്തചിത്രമാണിത്. കേട്ടോ? ഒരു പഞ്ചായത്തിലെ ആകെ കൃഷിസ്ഥലം പല കൃഷിക്കായിട്ട് കൊടുത്തിരിക്കുക. ഇംഗ്ലീഷ് എന്തോ നിങ്ങളെ, ദ പൈ ചാർട്ട് ബിലോ ഷോ ഹൗ ദ ടോട്ടൽ കൾട്ടിവേറ്റബിൾ ലാൻഡ് ഇൻ എ പഞ്ചായത്ത് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രോപ്സ്. അവിടെ പച്ചക്കറി, വെജിറ്റബിൾസ്, റബ്ബർ, വാഴ, പ്ലാന്റീന്, തെങ്ങ്, കോക്കനട്ട്, മരച്ചീനി, ടപ്യോക്ക, നെല്ല്, റൈസ്, മറ്റുള്ളവയൊക്കെ കൊടുത്തിട്ടുണ്ട്. കേട്ടോ? ഇംഗ്ലീഷ് മലയാളം അതിന് വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങൾ എഴുതിയേ. കേട്ടോ? ഇംഗ്ലീഷുകാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ മലയാളം തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുസ്തകം കയ്യിലിരുന്ന് വിചാരിച്ച് അതിൻ്റെ മലയാളം കാണിക്കാമെങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. നോക്കിക്കേ, ഇത് നമുക്ക് ഈ പടം കണ്ടിട്ടേ നോക്കിയോ നിങ്ങൾ, ഇവിടെ ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പച്ച കളർ എന്തിനാ കൊടുത്തേക്കുന്നതെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. വെജിറ്റബിള് പച്ചക്കറിക്കാണ് പച്ച കളർ കൊടുത്തിരിക്കുന്നത്, റബ്ബർ മഞ്ഞയാണ്, വാഴയ്ക്ക് നീലയാണ്, തെങ്ങ് കോക്കനട്ട് തെങ്ങിന് താണ്ട് ഈ ചുവപ്പാണ്, പിന്നെ മരച്ചീനിക്ക് ഒരുമാതിരി ലൈറ്റ് ബ്ലൂ, പിന്നെ നെല്ലിന് ബ്രൗൺ കളറാണ്, പിന്നെ മറ്റുള്ള അതേഴ്സ്. കണ്ടോ? ഇങ്ങനെ ഓരോന്നിനും ഈ ഞാൻ പറഞ്ഞ കളറ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിനി പറഞ്ഞ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഊഹ പറഞ്ഞതാണ് കേട്ടോ. കാരണം ഇതിനകത്തിലും അപ്രോക്സിമേറ്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്, ഓരോ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ നമ്മളോട് ചോദിച്ച ഫസ്റ്റ് ചോദ്യം തന്നെ നോക്കണേ, ഏത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത്. കണ്ടോ? ഫോർ വിച്ച് ക്രോപ്പ് ഈസ് മോസ്റ്റ് ഓഫ് ദ ലാൻഡ് യൂസ്ഡ്. അത് അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം. കേട്ടോ? അതായത് ഏത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥലം നമ്മൾ ഉപയോഗിച്ചിരുന്നത്, അത് മൊത്തം കൃഷി സ്ഥലത്തിൻ്റെ ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു എത്ര ഭാഗമാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്താകും നിങ്ങളെ, ഇവിടെ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ? നമുക്ക് കാണുമ്പോഴറിയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതായിരിക്കും എന്നല്ലേ? അല്ലേ? ഇതില്ലയോ സത്യത്തിൽ ഏറ്റവും കൂടുതൽ. പക്ഷേ ഇവിടെ നോക്കിയേ, മറ്റുള്ളവ എല്ലാം കൂടാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണമല്ലേ. ചാടി കയറി കളറ് കണ്ടോണ്ട് നോക്കിയാൽ ഇതാണ് കൂടുതലെന്നും പറഞ്ഞ് എഴുതി വെക്കല്ലേ കേട്ടോ. അങ്ങനെ ഒരു ചോദ്യം കിടക്കുന്നുണ്ടോ. നമ്മളോട് ഏത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് കൃഷിക്കാണെന്നാണ്. ഇത് എല്ലാം കൂടെ നട്ടിരിക്കുന്ന ചീനി, ചേന, ചേമ്പ്, കാച്ചിൽ, ഇതെല്ലാം കൂടാണ്, ഒരെണ്ണമല്ല, എല്ലാം കൂടെ. അതിനാണ് ഈ മറ്റുള്ളവ എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഈ വലുത് കണ്ടുകൊണ്ട് ചാടി കയറി എഴുതല്ലേ കേട്ടോ. അല്ലാതെ ഓരോന്നും നട്ട് നോക്കിയേ, പച്ചക്കറി മാത്രം നട്ടതാണിത്, റബ്ബർ മാത്രം നട്ടതാണ്, പിന്നെ വാഴ മാത്രം, അങ്ങനെയാണിത്. പക്ഷേ ഇത് എന്താ, മറ്റുള്ളവ എല്ലാം കൂടെ, ഈ ബാക്കി വരുന്ന എല്ലാം കൂടെ വാരിയിട്ട് അങ്ങ് നട്ടതാണെന്ന് വിചാരിച്ചാൽ മതി. അതായത് മറ്റുള്ളവ, അതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം കണ്ട് ചാടിക്കറി ഇത് എഴുതി വെക്കല്ലേ. എന്താ, ഏത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗിച്ചത്? ഏതാവും നിങ്ങളെ? നമുക്ക് പച്ചക്കറിക്കാണ്, വെജിറ്റബിൾസിനാണ്. ഒന്നാമത്തെ നമുക്ക് എഴുതി കൂടാ, എന്താ, വെജിറ്റബിൾസിനാണ്. അത് മൊത്തം കൃഷി സ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്.
ഇതാ കുഞ്ഞുങ്ങളെ, മൊത്തം കൃഷിസ്ഥലം എന്ന് വെച്ചാൽ എന്താ? ഇത്രയേ ഇല്ല, ഇത് മൊത്തം കൃഷി എന്ന് വെച്ചാൽ ഇത്രയാ അല്ലേ? ഇതിൻ്റെ എത്ര മൊത്തം കൃഷി സ്ഥലത്തിൻ്റെ ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാൽ മതി, കറക്റ്റായിട്ട് പറയണ്ട, ഏതാണ്ട് എത്രയാണെന്നാ. ഇതാണ് ഈ കൊച്ചു പിള്ളേരെ ചുറ്റിക്കുന്നത് കേട്ടോ. എങ്ങനെ അറിയാം കുഞ്ഞുങ്ങളെ? നമുക്ക് ആകെ അറിയാവുന്നത് എന്താ? നമ്മൾ ഈ തന്നിരിക്കുന്ന സർക്കിളിനെ നേരെ എന്ത് ചെയ്യുക? അങ്ങ് മുറിക്കുക, അല്ലാതെ നമുക്ക് യാതൊരു വഴിയില്ല. നോക്കിയേ, ഇങ്ങനെ ഒന്നങ്ങ് മുറിച്ച് ഇവിടെ താണ്ടെ പകുതി ഇത്രയും ഉണ്ട്. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതൊരു ഇച്ചിരി ടഫ് ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. നിങ്ങളെ കേട്ടോ 7-ലല്ലേ ഉള്ളൂ, അപ്പോൾ ഇതൊരു ഇച്ചിരി ഇതായിട്ട് തോന്നി. നോക്കൂ നിങ്ങളെ, അപ്പം ഈ മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ എത്ര ഭാഗമാണ് നമ്മുടെ വെജിറ്റബിൾ നിൽക്കുന്നതെന്നാണ് നമ്മളോട് ഫസ്റ്റ് ചോദിക്കുക. ഏറ്റവും കൂടുതൽ വെജിറ്റബിളാണ്, അത് എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ നമ്മളിപ്പം പിന്നെ നേർ പകുതി വീതം അല്ലേ, 4/1 ഇതും 1, 2, 3, 4 4എണ്ണത്തിൽ ഒരു ഭാഗമാണിത്. 4/1 4/1 4/1 എന്ന് വേണേൽ നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ ഇവിടെ ഇച്ചിരി കൂടെ ഉണ്ട് പച്ചക്കറി അല്ലേ. പിന്നെ നോക്കി, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഒരു സർക്കിളാണ്. നമ്മളോട് ചോദിച്ച ചോദ്യം അതുപോലാണ്. മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ എത്ര ഭാഗമാണ് ഈ പച്ചക്കറി എന്നാ നമ്മൾ നോക്കിയേ. നേർ പകുതി വീതം പകുതിയല്ല, 4/1 4ആയിട്ട് മുറിച്ചിട്ട് ഒരു വീതം എടുത്തപ്പോഴും ഇവിടെ എന്താ ഒരു പീസ് കണ്ടോ, ഇത്രയും അധികം വരുക അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുമെന്നാണ് അറിയേണ്ടത്. എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ ഇത്രയും ഭാഗം വെച്ച് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? അത്രയും വീതം എടുത്ത് ഇങ്ങനെ മുറിച്ച് നോക്കണം കേട്ടോ. നോക്കി നിങ്ങളെ, ഞാൻ ഇതേപോലെ തന്നെ ഇവിടെ ഒരു 9 പീസായിട്ട് കേട്ടോ, അപ്രോക്സിമേറ്റാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തുല്യാസൂക്ഷം പോലെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്, ഇവിടെ വന്നില്ലേ കുഞ്ഞുങ്ങളെ? അതായത് നമ്മൾ പറഞ്ഞു ഇത് 4/1 ഭാഗം നമുക്ക് കിട്ടി, പക്ഷേ ഇവിടെയും കുറച്ച് പെൻഡിങ് വന്നില്ലേ, എൻ്റെ ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുമെന്നാ? അപ്പോൾ ഈ വന്നിരിക്കുന്ന അത്രയും ഇവിടെ വന്നില്ലേ, ഇവിടെ എത്ര ഇവിടെ വന്നില്ലേ കുഞ്ഞുങ്ങളെ? ഇത് ഇത്രയും ഇത് ഇത്രയും വെച്ചിട്ട് എന്താ അപ്രോക്സിമേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഏതാണ്ട് എന്താ ഇങ്ങനെ നമ്മൾ എത്ര എണ്ണം അതിൽ വരയ്ക്കാൻ പറ്റുമെന്നാ. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. ഒരു 9 പാർട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളെ? 9 എണ്ണമായിട്ട് നമുക്ക് മുറിക്കാം. അപ്പോൾ അതുപോലെ ഇവിടെ എത്രയായിരിക്കും? 9 ആയിരിക്കും അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നമ്മൾ മുറിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 9 ആയിരിക്കും, ഇവിടെയും 9 ആയിരിക്കും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഇച്ചിരി കട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഇത് നിങ്ങളെ ഇനി എങ്ങനെയാണിത് പറഞ്ഞു കേൾപ്പിക്കുമെന്ന് ഒരിതാ. എന്തെങ്കിലും ആട്ടെ, മനസ്സിലാവുന്നവരും കേട്ടോ. അല്ല ഇപ്പം എന്ത് ചെയ്യാനാ? ഇതൊരു സർക്കിളാണ് കുഞ്ഞുങ്ങളെ. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തത് ഏതായിരുന്നു? വെജിറ്റബിളാണ്. പക്ഷേ ഇത് മൊത്തം സ്ഥലത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മൊത്തം ഭാഗത്തിൻ്റെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇത് നോക്കിക്കേ, 4/1 നമ്മളിതിനെ ഇങ്ങനെ ഇതുപോലെ തന്നെ മുറിച്ചപ്പോൾ 9 വന്നു. അതിന് സംശയമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. ആ 9 വന്നതിന് സംശയമില്ലല്ലോ കുഞ്ഞുങ്ങളെ. നമ്മൾ 9 വട്ടം മുറിച്ചതാണ് അല്ലേ. അപ്പം നമ്മളതിനെ സ്റ്റെപ്പ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? നമുക്ക് എത്ര ഉണ്ട് മൊത്തം? ഈ പച്ച മൊത്തം എത്ര എണ്ണം ഉണ്ട്? ഇതിങ്ങ് പോട്ടെ കേട്ടോ, 4/1. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതി നോക്കിയേ? വെച്ചിട്ട് 1/4 എന്ന് വെച്ചാൽ 4/1 1 2 3 4 ഇൻറ്റു എന്താ നമ്മൾ എത്രയായിട്ട് അതിനെ മുറിച്ചത്? 9 ആയിട്ട്. അപ്പം 1/9 = 1/36 എന്നാണ് വരുന്നത്. അതായത് മൊത്തം നമ്മൾ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ വരയിട്ട് വന്നാൽ മൊത്തം 36 പീസ് വരും അല്ലേ. 36 എണ്ണമായിട്ട് ഇങ്ങനെ വരച്ചുകൂടായോ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 9 എണ്ണമാണെങ്കിൽ ഇവിടെ 9 ഇവിടെ 9 9 9 9 18 27 36 എണ്ണം വരത്തില്ലയോ? അതാണ് ഈ തന്ന 36. മനസ്സിലായോ? ഫസ്റ്റ് ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, എത്ര ഉണ്ടെന്നാ കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്ന 36 വന്നത് സംശയമില്ലല്ലോ. ഇവിടെ 9 എണ്ണമായിട്ട് നമുക്ക് ഇതേപോലത്തെ 9 എണ്ണം ഇവിടെ മുറിക്കാവുന്നതാണ്. ആ 9 എണ്ണം തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നേരെ ഇങ്ങനെയല്ലേ മുറിച്ച നേരെ. അപ്പോൾ എന്താ, അപ്പോൾ ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 9 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളായിട്ട്. ഇത്രയ്ക്ക് എന്നെ കൊണ്ട് ഒക്കത്തുള്ളൂ. ഇനി നോക്കിയാൽ 2, ഏത് കൃഷിക്കാണ് ഏറ്റവും കുറച്ച് സ്ഥലം ഉപയോഗിച്ചത്? അത് മൊത്തം കൃഷി സ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണ്? ഇതായി രണ്ടാമത്തെ ചോദ്യം നമ്മളെ ചുറ്റിക്കുന്നത് അല്ലേ. ഏത് കൃഷിക്കാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും കുറച്ച് സ്ഥലം? നോക്കിക്കേ,
ഇവിടെ ഏതാ കുഞ്ഞുങ്ങളെ ഏറ്റവും കുറച്ച് താണ്ടി ഇതല്ലേ ഏതാ ആ കളർ ഏതായിരുന്നു നെല്ല് അല്ലെങ്കിൽ റൈസ് ആണ് അല്ലേ ചോദ്യം ഞാൻ എഴുതണോ നിങ്ങൾ ഇവിടെ ഉണ്ട് ഏത് അതായത് ഇംഗ്ലീഷിൽ ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് യൂസ്ഡ് അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ ടോട്ടൽ ഓഫ് ദീസ് എന്നാണ് അല്ലേ അപ്പോൾ അവിടെ എങ്ങനെ എഴുതും ഇത് വെജിറ്റബിൾ ആയിരുന്നു കേട്ടോ ഞാൻ ബുക്ക് ടെസ്റ്റിൽ എഴുതുന്നില്ല നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്ന് ഇവിടെ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ അതായത് പച്ചക്കറി അപ്പോൾ അത് സ്റ്റെപ്പ് 1/4 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങളെ എനിക്കിപ്പോഴും ഇത് നിങ്ങൾ എങ്ങനെ ഇത് പറഞ്ഞ എന്താ പ്രകടിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല 1/4 എന്ന് വെച്ചാൽ 4 ഇത് മൊത്തം 4 നമ്മൾ ഭാഗിച്ചാണ് 1/4 വന്നത് പിന്നെ 9 വന്നാൽ അറിയാമല്ലോ 1/9 അതായത് 1 2 3 4 ഈ 9 വന്നത് അറിയാമല്ലോ മുറിച്ചത് ഓക്കെ അങ്ങനെ 4 × 9 36 ഓക്കെ ആണല്ലോ അടുത്തത് ഏറ്റവും കുറവ് ഏതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ ഏറ്റവും കുറവ് നെല്ലാണ് അല്ലേ പെൻസിൽ വെച്ച് എഴുതാം ഇത്ര നിങ്ങളെ നെല്ലാണ് അതും എന്താ പറയുന്നത് മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത് നെല്ല് ഇങ്ങനെ നിങ്ങളെ മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത് നെല്ല് എന്ത് ചെയ്താണ്ട് ഇത്രയല്ലേ കുഞ്ഞുങ്ങളെ ഇതൊരു നോക്കണേ നെല്ല് താണ്ട് ഇത്രയേ ഉള്ളൂ അതായത് നോക്കിയേ താണ്ട് ഇതിൻ്റെ നേർപകുതിയല്ലേ കുഞ്ഞുങ്ങളെ ഇത് അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം പറഞ്ഞാൽ മതി ഇത് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ നമ്മൾ നേർപകുതിയല്ലേ ഇതെടുത്തത് സത്യമായിട്ടും ഇത് എനിക്ക് എങ്ങനെ നിങ്ങളെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ അങ്ങോട്ട് വേണ്ടേ ഇതും നോക്കിക്കേ ഇതിന് സംശയമൊന്നുമില്ലല്ലോ നമ്മൾ തുല്യമായിട്ട് മുറിച്ചു ഓക്കെ ആണോ ദാണ്ട് ഇവിടെ ഒരു ഇത്രയും വരുന്ന കണ്ടോ ദാണ്ട് ഇത്രയും അധികത്തിൽ ഇപ്പുറത്ത് വരുന്നുണ്ടോ അതിൻ്റെ നേർപകുതിയാവും കുഞ്ഞുങ്ങളെ ഇവിടെ ഈ വരുന്ന റൈസ് മനസ്സിലായോ ദാണ്ട് ഈ പച്ചക്കറിക്ക് ഇത്രയും വന്നില്ലേ അതിൻ്റെ നേർപകുതി അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ നേർപകുതിയാണിത് അപ്പോൾ നമുക്ക് മറ്റേന് എത്ര കിട്ടിയായിരുന്നു 1/36 കിട്ടിയായിരുന്നു ആ 36 പറഞ്ഞാൽ എന്താ 9 9 9 9 എന്ന് വെച്ചാൽ മൊത്തം 36 എണ്ണം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ ഇതേപോലത്തെ ഇതാണ് കേട്ടോ 1/, ഇത് ഇതേപോലത്തെ മൊത്തം നമുക്ക് 36 എണ്ണം വരയ്ക്കാമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ രണ്ടാമത്തെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ എങ്ങനെ എഴുതും അതായത് മൊത്തം ഇനി ഞാൻ വരച്ച് കാണിക്കണ്ടല്ലോ മൊത്തം 36 അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും 1/36 ഇൻറ്റു ആ 36ൻ്റെ 1/36ൻ്റെ എന്താ പകുതി എന്ന് വെച്ചാൽ ഇതില്ലേ ഇതിൻ്റെ പകുതിയാണ് ഇതെന്നാ കേട്ടോ മനസ്സിലാവുന്നുണ്ടോ ഈ തന്നിരിക്കുന്നതിൻ്റെ നേർപകുതിയാണ് ഈ കറുപ്പല്ല കാപ്പിപ്പൊടി ഏതാ നെല്ല് അല്ലെ റൈസ് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും 1/2 പകുതി എന്ന് വെച്ചാൽ ഹാഫ് അല്ലേ അപ്പോൾ 1 × 1 1 36 × 2 72 അതിൻ്റെ നേർപകുതി അത്രയേ ഉള്ളൂ പക്ഷേ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ നേർപകുതിയാണ് ഈ റൈസ് അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ അടുത്ത് നോക്കിക്കേ റബ്ബർ കൃഷി ചെയ്തിരിക്കുന്നത് മൊത്തം കൃഷി സ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണ് ഈ റബ്ബർ നോക്കിയോ കുഞ്ഞുങ്ങളെ റബ്ബർ ഏതാ ഇതിനകത്തില്ലാണ്ട് ഇതാ അല്ലേ മഞ്ഞയല്ലേ റബ്ബർ ഈ റബ്ബർ കൃഷി ചെയ്യുന്ന നോക്കിക്കേ നമ്മൾ ഫുൾ എടുത്തതാണ്ട് ഇത്രയല്ലേ ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 4ൽ 1 ഭാഗം അല്ലേ 4ൽ 1 ഭാഗം അല്ലേ ഇത് അത് 9 ആയിരുന്നെന്ന് നമ്മൾ പറഞ്ഞു അത് 9 പറഞ്ഞു അതിൽ ഒരെണ്ണം എന്താ കുഞ്ഞുങ്ങളെ ഇപ്പുറത്തെ പച്ചക്കറിയുടെ അല്ലേ മനസ്സിലാവുന്നുണ്ടോ ഇത് മഞ്ഞ ഇവിടെ വരെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താ നേരെ എടുക്കാമായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പുറത്ത് പച്ചക്കറിയുടെ ഒരെണ്ണം ഇങ്ങോട്ട് കയറിയിരിക്കുക അല്ലേ അപ്പോൾ എന്താ ആ ഒരെണ്ണം അങ്ങ് മൈനസ് ചെയ്താൽ പോരായോ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും റബ്ബറിൻ്റെ മൂന്നാമത്തെ ആണ് കുഞ്ഞുങ്ങളെ സ്റ്റെപ്പ് നിങ്ങൾ അങ്ങ് എഴുതുക സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മലയാളത്തിൽ കേട്ടോ റബ്ബറിൻ്റെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ ആ 9ൽ നിന്നും ആ 1 അങ്ങ് കുറച്ചാൽ മതി എത്ര 8 മനസ്സിലാവുന്നുണ്ടോ 8 വന്ന എങ്ങനെയാന്ന് ഇവിടെ 9 അല്ലേ കുഞ്ഞുങ്ങളെ ഈ 1 ഇപ്പുറത്തെ അല്ലേ അപ്പോൾ ആ 9ൽ നിന്ന് 1 അങ്ങ് പോകത്തില്ലേ അപ്പോൾ ഇവിടെ ബാക്കി 8 ആണ് കേട്ടോ ആ 8 ആണത് മനസ്സിലായോ അപ്പോൾ ആ 8 വരുന്നത് എന്താ 36ൽ 8 പീസ് 8 എണ്ണം 36ൽ 8 ആണ് കേട്ടോ മനസ്സിലായോ ഈ 36ൽ 8 അല്ലേ 8/36നെ നമുക്ക് സ്മാളസ്റ്റ് ഫോമിലോട്ട് മാറ്റാം അല്ലേ സിംപ്ലിഫൈ ചെയ്യാം എങ്ങനെ 4ൻ്റെ ടേബിളിൽ വരത്തില്ലേ കുഞ്ഞുങ്ങളെ എത്ര 2 4 8 9 4 36 2/9 ഹാഫ് അടിച്ച് വേണം ചെയ്യാം കേട്ടോ ഇനി അങ്ങനെയെങ്കിൽ അതായത് 8ൻ്റെ പകുതി 4ആണ് 36ൻ്റെ പകുതി 18 ആണ് ഇനി അതിനെ എന്താ 4ഉം 18ഉം 2ൻ്റെ ടേബിളിൽ വരും 2 2 4 9 2 18 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ 4ൻ്റെ ടേബിൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആൻസർ 2/9 മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞുങ്ങളെ ഇതത്തെ ഫസ്റ്റ് ചോദ്യം ഏത് കൃഷിക്കാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു പച്ചക്കറിയായിരുന്നു ഇത് മൊത്തവും കൂടെ നമ്മൾ ഏതാണ്ട് ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ്
എന്നണ്ടേ കണ്ടോ, ഇത്രയും പച്ചക്കറിയുടെ ഇത്രയും കണ്ടോ. ഇത് വെച്ച് നമുക്ക് എത്ര എണ്ണം ഇവിടെ ചെയ്യാൻ പറ്റുമായിരുന്നു? 9 എണ്ണം നമ്മൾ ഇവിടെ എഴുതി അല്ലേ. 9 എണ്ണം ഒരേപോലത്തെ വരച്ചു, അപ്രോക്സിമേറ്റ്ലി 9 എണ്ണം വരച്ചു. അതുപോലെ തന്നെ 9 എണ്ണം ഇവിടെയും വരയ്ക്കാം, 9 എണ്ണം ഇവിടെയും വരയ്ക്കാം, 9 എണ്ണം, അങ്ങനെ മൊത്തം 36 എണ്ണം വരയ്ക്കാമെന്നറിയാം. ഇനി 36 വന്നതിന് സംശയമില്ലല്ലോ. ഇനി നമ്മളോട് ചോദിച്ചാൽ ഈ റൈസിൻ്റെ കാര്യം ഒരു ചോദ്യമുണ്ട്. ഈ റൈസ് എന്ന് പറയുന്നത് ദാണ്ട് ഇതിൻ്റെ നേർപകുതിയാണ് അല്ലേ. എന്ന് വെച്ചാൽ പച്ചക്കറിയുടെ അതിൻ്റെ നേർപകുതിയാണ് റൈസ്. അപ്പോൾ പച്ചക്കറിക്ക് എത്രയാണോ കിട്ടിയ അതിൻ്റെ ഹാഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര? 1/6 മൊത്തം എണ്ണം 1/36 ഇൻറ്റു 1/2 ഹാഫ്, ഇതിൻ്റെ പകുതിയാണ് കേട്ടോ. മനസ്സിലായോ? 36. അപ്പം നമുക്ക് എത്ര? 1/72 കിട്ടി. അപ്പം രണ്ടാമത്തേം കിട്ടി. റബ്ബർ കൃഷി ചെയ്യുന്നത് മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്. മൊത്തം കൃഷിസ്ഥലം നമുക്കറിയാം കുഞ്ഞുങ്ങളെ, എത്ര? 36 അല്ലേ. മൊത്തം 36 ആണെന്ന് നമുക്കറിയാം. അതിൽ നമുക്ക് ഈ 8 വന്നത് നിങ്ങൾക്ക് സംശയമുണ്ടോ? റബ്ബറിൻ്റെ 8 വന്നത് കാരണം ഒന്ന് എന്താ, ഈ പച്ചക്കറിയുടെ ഒന്ന് ഇപ്പുറത്തോട്ട് കയറിയിരുന്നു, അതിനെ നമ്മൾ മൈനസ് ചെയ്ത്, ആ 1 മൈനസ് ചെയ്തപ്പോൾ 9 - 1 എത്ര? 8 കേട്ടോ. ആ 8നെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. 8/36 ഏറ്റവും മൊത്തം എണ്ണം താഴെ കൊടുക്കണം. എപ്പോഴും മൊത്തം എണ്ണം താഴെ കൊടുക്കണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കുഞ്ഞുങ്ങളെ. കാരണം നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കേരള സിലബസിനൊക്കെ ഇത്രയും ഇതായിട്ട് നോക്കുന്നത് എനിക്കതത്ര എൻ്റെ പേഴ്സണൽ കാര്യമാണ്. എനിക്ക് എന്താ ഇത്രയും കണക്ക് ചെയ്തതിൽ അതത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ നമ്മൾ ചെയ്തു. ഒരു ക്ലാസ്സിൽ 25% ഏത് കണക്ക് തരുമ്പോഴും 100 ആണെന്ന് ഓർത്തോണം നമ്മൾ ചെയ്ത ദശാംശത്തിൻ്റെ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മൊത്തം കണക്കും 7ാം ക്ലാസ്സിലെ ഫുൾ ചാപ്റ്ററും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിവിഷൻ ഉണ്ട്. അപ്പം റിവിഷൻ വേണ്ടുന്നവർ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ, റിവിഷൻ ക്വസ്റ്റ്യൻ വേണമെന്നുള്ളവർ കേട്ടോ. അപ്പം ഞാൻ എവിടുന്നെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കി നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ. ഒന്ന് കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ കമൻറ്റുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.